അമ്മ, ഞാൻ കോളേജിലേക്ക് പോയേ, ടൈമില്ലേ, ലേറ്റ് ആയി. പോവല്ലേ കുഞ്ഞാ, ഫുഡ് കഴിച്ച് പോവും. ഞാൻ പിന്നെ ആർക്കും വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ കഷ്ടപ്പെട്ട് ഇത്രയൊക്കെ ഉണ്ടാക്കിയത്. അമ്മ, തീരെ ടൈമില്ല. കോളേജിലും കയറാണ്ട്, അതിൻ്റെ ഇടയിൽ കൂടി അമ്പലത്തിലും കയറാണ്ട്. നല്ല ലേറ്റ് ആയിരുന്നു, പിന്നെ കഴിച്ചുകൊണ്ട്. ഇപ്പൊ വേണ്ട, പറഞ്ഞിട്ട് കേൾക്കാതെ പോയി എന്നുള്ളതാണ്. ഞാൻ രാവിലെ ഉണ്ടാക്കും, ആരും തോന്നുന്നു. പിന്നെ ഞാനെന്തിനാണ് ഇത്ര കഷ്ടപ്പെടേണ്ട ആവശ്യം എന്താ? എന്താ ലക്ഷ്മിക്കുട്ടി രാവിലെ തന്നെ കൽപ്പിലാണല്ലോ, എന്താ സംഭവം? എന്താ എങ്ങനെ കലിപ്പാവാതിരിക്കും? അതൊന്ന് പറഞ്ഞിട്ടിരിക്കാൻ. നിന്റെ പെങ്ങളുണ്ടല്ലോ, 2 ദിവസം വീട്ടിലുള്ളത് രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഞാനിതായിരിക്കും എന്റെ കഷ്ടപ്പെട്ടുണ്ടാകുന്നത്. എന്നിട്ട് അവൾ കഴിക്കാതെ പോവാ, ലേറ്റ് ആയിട്ട്. പിന്നെ ദേഷ്യം പിടിക്കാതിരിക്കും. അതിനാണോ ഞാൻ കൽപ്പാവണത്? അതില്ല ഞാനുള്ളത്, ഞാൻ കഴിച്ചോണ്ടല്ലോ. അവിടെ ഫുഡ് പാടെ കഴിച്ച് പിന്നെ ഫുഡ് വേസ്റ്റ് ആവില്ലല്ലോ, അതോർത്തിട്ട് അമ്മ ടെൻഷൻ അടിക്കണ്ട. പിന്നെ എന്തിനാണ് ഈ മോൻ ജീവിച്ചിരിക്കുന്നത്? അമ്മയുടെ ഫുഡ് കഴിക്കാൻ ഞാനുണ്ടല്ലോ. എത്ര ടൈമായി നേരം നിന്നെ കാത്ത് ഞാൻ ഈ അമ്പലത്തിന് മുറ്റത്ത് നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എവിടെ ഇരുന്നേ? എന്നും ഞാൻ കാത്തു നിൽക്കേണ്ടിരും. എന്തെങ്കിലും ഒരു സ്നേഹി നേരത്തെ വന്നിക്കണം. ഇതിപ്പോ പോയിച്ച കുട്ടി ആണല്ലേ, നേരം വൈകിപ്പോയി. ഇനി ഒരിക്കലും ഞാൻ നിൽക്കൂല. ഒന്ന് ചിരിക്ക്. ആ കൽപ്പ് നിന്റെ മുഖത്തിന് ചേർന്നില്ല. ഓക്കെ, നിന്റെ ചേട്ടനവിടെ? അതിന് മോള് കുറച്ച് നേരത്തെ വരണം. ചേട്ടൻ അമ്പലത്തിലാക്കിയിട്ട് ചേട്ടൻ പോയി. ഇന്ന് എന്തായാലും കാണാൻ പറ്റില്ല. ഏട്ടനിക്ക് ഓഫീസിൽ പോവാണ്ട് അത്യാവശ്യമായിട്ട് എന്തോ മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അമ്പലത്തിനുള്ളിൽ പോലും കയറിയിട്ടില്ല. ലേറ്റ് ആയിട്ട് ഏട്ടനും കാണില്ല, ആരും കാണില്ല കേട്ടോ. മൂട് പോയി. കുറച്ചും കൂടെ നേരത്തെ വന്നാ മതിയിരുന്നില്ലേ? ഇന്ന് ഏട്ടൻ കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങനെ മനസ്സ് കൊണ്ടിട്ട് നടന്നു. എന്നാ ഇത് മോള് പറയുന്നു, എന്റെ ഏട്ടനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കുറെ ഗേൾസ് പ്രപ്പോസൽ ആയിട്ട് വരുന്നുണ്ട്. നീ പറയാതെ ഇരുന്നാലില്ല, ആരെങ്കിലും കൊട്ടിയുണ്ടാവും. ലാസ്റ്റ് നീ എന്റെ മോളിലിരുന്നു. മനസ്സിലായി? ഓപ്പൺ ആയിട്ട് പറയാൻ നോക്ക്. അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പ്രപ്പോസ് ചെയ്യണമെന്നൊക്കെ നല്ലപോലെ ആഗ്രഹമുണ്ട്, പക്ഷെ പ്രപ്പോസ് ചെയ്യുന്ന നടക്കൂല. ശരിക്കും ഞാൻ പ്രപ്പോസ് ചെയ്താൽ നോന്ന് പറഞ്ഞ പിന്നെ എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് നിന്റെ ഏട്ടന്. അപ്പൊ ഞാന് പിന്നെ ഇപ്പോഴെങ്കിൽ എനിക്ക് മുണ്ടുണ്ടെന്നെങ്കിലും വിചാരിക്കാം. നീ അതുപാടെ ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് ഞാനൊന്ന് പറഞ്ഞാൽ ആ മുണ്ടൽ പോലും ഉണ്ടാവില്ല. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നീ എപ്പോ വേണമെച്ചാൽ പ്രപ്പോസ് ചെയ്തു. ആദ്യം നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇപ്പൊ പ്രപ്പോസ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ കിട്ടലാവും. കുറെ കഴിഞ്ഞിട്ട് നീ പ്രപ്പോസ് ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നീ വിചാരിക്കും അന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പൊ ഒരു കുറ്റബോധം ഉണ്ടാവാൻ പാടില്ല. എന്താ കാര്യം? നന്നായിട്ട് ഞാൻ എന്നോട് പറഞ്ഞല്ലേ, നീ പ്രസന്റേഷന് ചെയ്താൽ എന്തായാലും ആ പ്രൊജക്ട് നമുക്ക് കിട്ടും. അവർക്ക് എല്ലാവർക്കും നമ്മുടെ പ്രൊജക്ട് ഇഷ്ടമായി. ഈ ഡീല് ഞമ്മക്ക് എന്നെ സെറ്റായി. ഇന്ന് നിന്റെ വക ഞങ്ങൾക്ക് ചെലവ്. ഓക്കെ, ബാക്ക് ബെഞ്ചിൽ 4 പേരൊന്നും നീച്ചിട്ടുണ്ടേ. ഞാനിവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങിയതും മാഡം കാണുന്നുണ്ടോ? ഞാൻ ഈ കോളേജിലെ പ്രൊഫസറാണ്, ആ വിചാരമുണ്ടോ? സാറെ, കുട്ടികളെ പോലെ സാറിന് നിങ്ങൾ അറിയാതിരിക്കും. സാറിന് പ്രൊഫസർ അല്ലേ? ഞങ്ങള് സാറിന് കാണാൻ തുടങ്ങിയിട്ട് 3 വർഷമായില്ലേ? എന്താ സാറിന് അങ്ങനത്തെ ടോക്കൊക്കെ? അപ്പൊ നിങ്ങൾക്കറിയാം ഞാൻ ഈ കോളേജിലെ പ്രൊഫസറാണ്. അപ്പൊ ഞാൻ ഇന്ന് 1 മണിക്കൂറേ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ക്ലാസ് കേൾക്കില്ലാന്നൊക്കെ അറിയാം. അപ്പൊ നിങ്ങൾ മുണ്ടാതിരിക്കാം. ബാക്കിയുള്ള ആൾക്കാർ ക്ലാസ് കേൾക്കാനാണ് വരുന്നത്. നിങ്ങൾ മാത്രം ഇവരെ ദ്രോഹിക്കരുത്. പിന്നെ ഞാനിപ്പോ നല്ലപോലെ പറഞ്ഞത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും സൗണ്ട് ഉണ്ടാക്കിയാൽ ഞാൻ പുറത്താക്കും. വീട്ടുകാരില്ലാതെ പിന്നെ 4 ഞാൻ ക്ലാസ്സിൽ കിട്ടില്ല. ഓക്കെ സാർ, സാർ പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ മിണ്ടാതിരിക്കാം.
ഓ, വലിയ ഉപകാരം. മുണ്ടാതെ നോക്കണം. ഓക്കെ. എന്താ ഇങ്ങനെ നോക്കണത്? ആ നോട്ടാണ് ഞാന് ഫസ്റ്റ് വേണത്. എത്ര കാലായി ഞാൻ നിങ്ങളെ പറയാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ. അതൊന്നും അറിയില്ല. എന്നിട്ട് ഇന്ന് എന്നെ കാണാതെ പോയി. ഇന്ന് കാണാത്ത ഒരു രസമില്ലായിരുന്നു. ക്ലാസ്സിൽ ഒന്നൊരു രസമില്ല. ദേവാ, നീ എന്തേ പുറത്ത് നിൽക്കുന്നു? മുന്നിക്ക് കയറി ഫുഡ് കഴിച്ച് പോയാൽ മതി കേട്ടോ. അല്ല അച്ഛാ, എന്താന്ന് വെച്ചാല് നാളത്തെ മീറ്റിങ്ങിനുള്ള ഫയൽ എന്റെ കൈക്കലാണ്. അപ്പൊ അർജുനക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ വന്നതാണ്. എന്തായാലും കുഴപ്പമില്ല, കഴിച്ചിട്ട് നീ ഇവിടെ നിന്ന് ഇറങ്ങിയാ മതി, അത്രേ ഉള്ളൂ. അർജുൻ, മേലെന്ന് വേഗം ഇറങ്ങി വാ, ദേവനതാ വന്നിക്കിടുന്നു. എന്തേ ദേവു, നീ ഇങ്ങനെ കിടക്കണ? നിന്നോടാരാ ഓടാൻ പറഞ്ഞേ? ഞാൻ കുറച്ചു നേരമായി വന്നിട്ട്. നീ ഒന്ന് ഇരിക്കും. കുഴപ്പമില്ല. പുതിയ ബിസിനസ് പ്രോജക്റ്റ് ഒക്കെ കിട്ടിന്ന് ഞാൻ അറിഞ്ഞു. ഞങ്ങൾക്കൊന്നും ചെലവില്ലേ? അതൊക്കെ കിട്ടി, പക്ഷെ ചെലവൊക്കെ നിന്റെ ഏട്ടനോട് അവൻ തന്നോളും. അതെന്താ നിങ്ങൾക്ക് തിന്നാല്? നിങ്ങളെ രണ്ടുപേരും നടത്തുന്ന ബിസിനസ് അല്ലേ? അപ്പൊ നിങ്ങളെ കാരണമാണ് പ്രൊജക്റ്റ് കിട്ടിയത്. അപ്പോ ദയവായിട്ട് തന്നാ മതി. എന്റെ ഏട്ടൻ തന്നാൽ മാത്രം ചെലവാവൂലല്ലോ, നിങ്ങൾ തരണല്ലോ. എന്തായാലും നിങ്ങൾക്ക് ഞാൻ ചെലവ് തരില്ല. അറിഞ്ഞോണ്ട് ആരും കുയില് ചാടൂലല്ലോ. നിങ്ങൾക്ക് തരുന്നതിന് ഒരു കുഴപ്പമില്ല, ചെലവ് തരുന്നതിന് ഒരു കുഴപ്പമില്ല. പക്ഷേ ഞങ്ങളെ പോക്കറ്റ് കാലം എന്തിനാ വെറുതെ റിസ്ക് എടുക്കണം? അത് നീ പറഞ്ഞ് കറക്റ്റാണ് ദേവ. ചെലവ് കൊടുക്കരുത്. എന്റെ അടുത്തൊന്നും വരണ്ട, ദേവന്റെ അടുത്തൊന്നും വരണ്ട. ഞങ്ങൾ രണ്ടാളെ ഭാഗത്തുനിന്നും നിങ്ങൾക്ക് ചെലവ് കിട്ടൂല. വന്നിട്ടും കാര്യമില്ല, തരാനും പോണില്ല. ഓക്കെ? നിങ്ങളടുത്ത് ആരാ വരുന്നത്? ചിരിച്ചോളി. മതിയടാ, നിർത്ത്. വെറുതെ നിന്റെ കുഞ്ഞിനെ കളിയാക്കാൻ നോക്കല്ലേ. കുഞ്ഞ, അവർക്ക് ഭ്രാന്തൻ, അത് കാര്യമാക്കാൻ നിൽക്കണം. അച്ഛൻ വാങ്ങിത്തരും. മോൾക്ക് എന്താണോ അത് അച്ഛൻ വാങ്ങിത്തരും. മതി മതി സംസാരിച്ചു പോകുന്നത്. എല്ലാരും സംസാരം നിർത്തിയിട്ട് ഫുഡ് കഴിക്കാൻ നോക്കി. ടൈം നോക്ക്, 9:30. അപ്പൊ നമ്മൾ അത്തായം കഴിക്കണം. അപ്പൊ ഞാനിപ്പോ അമ്മ നല്ല അടിപൊളി ഫുഡ്. അപ്പോ എടാ, ഞാൻ പോയേ. നാളെ രാവിലെ കറക്റ്റ് 9 മണിക്ക് ഓഫീസിലെത്തണം. കാന്താരി, എന്നാ ശരി. അച്ഛാ പോയി. അച്ഛന് ചായ കുടിച്ചു. അച്ഛ
മതി മതി അച്ഛാന്ന് വിളിച്ചിട്ട് സോപ്പ് ഇടാൻ തുടങ്ങിയിട്ട് കാര്യം പറ. എന്നിട്ട് മതി മോള് സോപ്പ് നല്ല പതിഞ്ഞിരിക്കണം. ഇനി പതിയാൻ വൈകി. കാര്യം പറ അച്ഛന്റെ പൊന്നാര മോള്. അച്ഛാ, എന്താന്ന് വെച്ചാല് നൈറ്റ് ഉത്സവല്ലേ, അപ്പൊ അച്ഛൻ 1500 മാത്രം ചോദിക്കുന്നുള്ളൂ. കുറച്ച് കുട്ടികളെ വാങ്ങാനുണ്ട്, ഫുഡ് മുഖ്യം, ഫുഡ് വേണം. പിന്നെ പല പല ട്രേഡിലും കയറാനുണ്ട്, അതും മനസ്സിലാക്കണം. അപ്പോ 1500 മതി അച്ഛാ. എന്താച്ചാ പൊന്നല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. 1500 എത്ര ചോദിച്ചിട്ടും കാര്യമില്ല, തരൂല. 1500 തരൂല. ഈ പോക്ക് പോവാണെങ്കിൽ നീ ഇത് കിഡ്നി വലിച്ച് പണയം വെക്കല്ലോ. 1500 500 ഓക്കെ, 1500 ഇല്ല. ഇപ്പൊ അങ്ങനെയൊക്കെ ആയി. നമ്മളൊരു 1500 വെച്ചപ്പോ കുറ്റം. ഇന്നലെ എന്താണ് പറഞ്ഞത് ദേവേട്ടനെ കുഞ്ഞിന്? എന്റെ മകളെ കളിയാക്കൊന്നും വേണ്ട, എന്റെ മോൾക്ക് എന്താണ് വേണ്ടത് അത് അച്ഛനോട് പറ. അപ്പൊ അച്ഛനോട് പറഞ്ഞപ്പോ തരണില്ല. അച്ഛനും ഫേക്കായി. എനിക്ക് അച്ഛനൊക്കെ വരുന്നത് ഞാൻ അച്ഛന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല. അച്ഛനുണ്ട് എന്നെ തകർന്നു. മതി മതി, നെഞ്ചി തകരാറ് നിൽക്കണ്ട, കരയാനും നിൽക്കണ്ട. ഞാൻ പറഞ്ഞൊരു വാക്കുണ്ടെങ്കിൽ 1500 തരാം. ഇപ്പൊ സമാധാനമില്ലേ? ഇന്ന് എന്റെ പൂച്ചക്കുട്ടിക്ക് എന്റെ വക ചെലവ്. എനിക്ക് എന്താണ് വേണ്ടത്? ഐസ്ക്രീം വാങ്ങിത്തരാം. എനിക്ക് എന്താണ് വേണ്ടത് അത് ഞാൻ ഇന്ന് കേൾക്കും. ഇത്രയും കാലം ഞാൻ അമ്പലത്തേക്കായാലും കോളേജിലായാലും ലേറ്റായിട്ട് നീ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് സത്യം പറയാൻ ഇന്നെന്റെ കാക്ക നടന്നു പറഞ്ഞു. അല്ലെങ്കിൽ എനിക്കിന്ന് കിട്ടിയ എന്തിനും നാളാണ് സത്യം പറയാൻ. സത്യം തന്നെ പറഞ്ഞത്. നീ എന്നെ ആക്കൊന്നും വേണ്ടട്ടോ. വാങ്ങിത്തരാന്ന് പറഞ്ഞാല് ഞാൻ വാങ്ങിത്തരും. പൂച്ചക്കുട്ടി അങ്ങോട്ട് വന്ന് നല്ല അടിപൊളി കൊണ്ടുപോകാം. നമുക്കതൊന്ന് നോക്കിയാലോ? ഈ റെഡ് കളർ നല്ല രസമുണ്ടല്ലേ, നിങ്ങളുടെ അടുത്തൊക്കെ നല്ല ഭംഗിയുണ്ടല്ലോ. ജോലി നീ എന്ത് ചെറ്റത്തിലാണ് മാറി നിന്നെ തോട്ടത്? ഇവിടെ ഉത്സവമാണ്. അപ്പോൾ ഇത്രയും ജനങ്ങളുടെ മുന്നിലൂടെ നടക്കുമ്പോ ചിലപ്പോ തട്ടിന്ന് വരും, ചിലപ്പോ തൊട്ടിന്ന് വരും. അത് നിങ്ങൾ സഹിക്കണം. അടെ നോയിന്റെ മോനെ, നിനക്ക് എന്ത് ധൈര്യണ്ടടാ അവളെ തൊടാന്? കരയാതിരിക്കും, പ്രശ്നം സോൾവ് ആയില്ലേ? ഞങ്ങളില്ല കൂടെ, ഇനി കരയല്ലേ? ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ടെൻഷൻ ആവാതെ, ഒക്കെ പ്രശ്നം സോൾവ് ആയില്ലേ? ഏട്ടനായിട്ട് എന്തിനാ ഫൈറ്റ് സെറ്റ് ചെയ്തിരുന്നു, പിന്നെ നീ ഏട്ടനെ ഹക്കും ചെയ്തില്ലേ? അത് മതിയില്ല മോളെ. അങ്ങനെ നമ്മളെ ദൈവം രണ്ടും കൽപ്പിച്ചിട്ട് രുദ്രനെ പ്രപ്പോസ് ചെയ്യാൻ പോവാണ്. രുദ്രേട്ടാ. എന്താ ദൈവം ഇവിടെ? രുദ്രേട്ടാ, ഞാൻ രുദ്രേട്ടനെ കാണാൻ വേണ്ടി വന്നതാ. 2 ദിവസമായി കണ്ടിട്ട്. രുദ്രേട്ടനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ദേവു, അയിനോ നീ എന്താ പറയാൻ പോണത് എനിക്ക് നല്ലപോലെ അറിയാം.
പക്ഷെ ആ കാര്യം നീ പറയാൻ നിൽക്കണ്ട. നിന്നെ ഞാൻ ആ കണ്ണിലല്ലേ കണ്ടിരുന്നത്. നീ എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററാണ്. അപ്പോ നീ എനിക്ക് സിസ്റ്ററെ പോലെയാണ്. അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ. പിന്നെ നീ ഇപ്പോ ആ കാര്യം പറഞ്ഞു വിചാരിച്ചിട്ട് നിന്റെ ഈ പ്രായത്തിൽ തോന്നുന്ന ഒരു കുട്ടിക്കളി അത്ര ഞാൻ വിചാരിക്കുന്നുള്ളൂ. ദേവേട്ട, ഇതൊരു കുട്ടിക്കളി അല്ല ദേവേട്ട. ഞാൻ എന്റെ ചെറുപ്പം മുതലേ ദേവേട്ടനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. ദേവേട്ടൻ എന്റെ പേരൻസ് മനസ്സിലാക്കാത്ത എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്ററാന്ന് വെച്ചിട്ടെന്തേ നോക്കാൻ പാടില്ല എന്നുണ്ടോ? ആ ഫീലിങ്സ് എനിക്ക് നിന്നോടില്ല. ഞാൻ നിന്നോട് പറഞ്ഞിട്ട് നീ എന്റെ പെങ്ങളാണെന്ന്. പിന്നെ നിന്റെ ഏട്ടന് നിനക്ക് വേണ്ടിയിട്ട് നല്ലൊരു ആലോചന കണ്ടെത്തിയിരുന്നു. അവരെ കെട്ടി സുഖമായി ചെയ്യുക. അപ്പൊ നിന്റെ മാർക്കും മനസ്സേടല്ലേ. അല്ലാതെ ഞാൻ നിന്നെ തേച്ചതൊന്നുമല്ലല്ലോ. നീ എന്റെ പെങ്ങളാണ്. വേറെ ഒന്നും വിചാരിക്കരുത്. നീ ഇനി ഇതിനെ കുറിച്ചിട്ട് സംസാരിക്കണ്ട. നീ വീട്ടിലേക്ക് പോകാൻ നോക്കും. ತದಿಗಿಡ ತಗಚಳು ತದಿಗಿಡ ತಗಚಳು ತರಿಗಿಟ ತದರಿನ ತದಿದೀತ ఆనందం తలవని తలపుగ ఎదలను కలుపగ మొదలిక మళ్ళీగీత గోవిందం ఇంకేం కావాలే చాలే ఇది చాలే నీకై నువ్వే వచ్చి వాలావే ఇకపై తిరనా. നിങ്ങൾ വിചാരിക്കും എങ്ങനെ കല്യാണം ചെയ്യുന്നത്? അതിനൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അത് കാണിച്ച് അത് പറഞ്ഞുതരാവേ. മച്ചു, ഞാൻ മച്ചുവിന്റെ ഒരു കാര്യം ചോദിക്കട്ടെ. മച്ചു അന്ന് എന്റെ പെങ്ങളെ രക്ഷിച്ച്, ഓക്കെ. പക്ഷെ നീ അന്ന് നിന്റെ വെപ്രാളം പിന്നെ അതൊക്കെ കണ്ടിട്ട് ഒരു നോർമലായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ പെങ്ങൾക്ക് നിന്നെ വളരെ ഇഷ്ടമാണ്. അത് നിനക്ക് അറിയാൻ തോന്നുന്നു. നിനക്ക് എന്റെ പെങ്ങൾ ഇഷ്ടമാണ്. അങ്ങനെ ചോദിച്ചാ ഞാൻ എന്താ പറയാ? നിന്റെ പെങ്ങളല്ലേ, അങ്ങനെ ഞാൻ ഇഷ്ടപ്പെടാ. അങ്ങനെ പറയരുത്. ഫ്രണ്ടിന്റെ പെങ്ങളാന്ന് വിചാരിച്ചിട്ട് എന്താ കുഴപ്പം? ഫ്രണ്ടിന് ഭാര്യനെ കെട്ടാൻ പാടില്ലാത്തത്. പക്ഷെ ഫ്രണ്ടിന്റെ പെങ്ങളെ കെട്ടാലോ? നിനക്ക് അവളോട് ഇഷ്ടമില്ലെങ്കിലൊക്കെ ഞാൻ അവളെ ഞാൻ വേറെ ചിലരുടെ വീട്ടിൽ എനിക്ക് നീ അളിനാളെന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് താല്പര്യമില്ലല്ലോ. അങ്ങനെ പറയുന്നത് താല്പര്യമൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കങ്ങനെ മനസ്സിലായി എനിക്ക് ഉണ്ട് ഫീലിങ്സ് ഉണ്ടെന്ന്. ഞങ്ങൾ പിന്നെ ഇങ്ങനെ കാണാൻ തുടങ്ങിയില്ല. പിന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു. അപ്പൊ ഉത്സവത്തിനായോണ്ട് അതാ നിന്റെ ഓവറായിട്ടുള്ള ടെൻഷനൊക്കെ കണ്ടപ്പോ കൺഫേം ആയി. പിന്നെ അത് വെച്ച് താമസിക്കണ്ട. അങ്ങനെ നിങ്ങൾ കിട്ടി എന്നിട്ട് വേണം എനിക്ക് നിന്റെ പെങ്ങളെ കിട്ടിയിട്ട് സുഖമായിട്ട് ജീവിക്കാൻ. അതെങ്ങനെ എന്നാണ് ഞാൻ നിന്നോട് ചോദിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ. ബട്ട് നിങ്ങളുടെ കാര്യം ഞാൻ എന്നോ ഇന്നലെ കാണാൻ തുടങ്ങിയതല്ലേ അളിയാ. നമ്മൾ രണ്ടാൾക്കാരും അളിയാൻ സ്ഥിതിക്ക് നീ കെട്ടിക്കോ. എന്നോ പറഞ്ഞു. അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങൾ. ഞാൻ പ്രപ്പോസ് ചെയ്തിട്ട് എന്റെ പെങ്ങളെ ഫ്രണ്ടിന്റെ പെങ്ങളാണ്, അതാണ് ഗീതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ എത്രത്തോളം ടെൻഷൻ അടിച്ചെന്നറിയോ? അതൊക്കെ അറിയാം ടെൻഷനായിന്ന്. പക്ഷെ ഞാനന്ന് ഞങ്ങൾ പെണ്ണാണാൻ വേണ്ടി വരുമ്പോ നീയല്ലേ പറഞ്ഞു ചെറുക്കന് കാണണ്ട, വീട്ടുകാർ ഇഷ്ടം മതി. അത് പിന്നെ പറയാഞ്ഞത് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ അവരെന്നെ പറഞ്ഞു സർപ്രൈസ് ആയിട്ട് കൊടുക്ക. അവളെന്നല്ലേ പറഞ്ഞത് ചെറുക്കനും കല്യാണത്തിന് ടൈം കണ്ടാൽ മതി. അല്ലാതെ ഞാൻ നിന്നെ മനഃപൂർവ്വം ടെൻഷൻ പിടിച്ചത്.